So the last property of LTI system is invertibility. As the name indicates, invertibility of an LTI system means its output can be uniquely identified from its input can be uniquely identified from its output. That is, if x of t is the input and y of t is the output of a system, ഈ ഒരു സിസ്റ്റത്തിൽ ഞാൻ എക്സ് ഓഫ് ടി കൊടുത്താൽ എനിക്ക് വൈ ഓഫ് ടി കിട്ടുമെങ്കിൽ ഞാൻ ഈ ഔട്ട്പുട്ടിനെ എച്ച് ഇൻവേഴ്സ് ഓഫ് ടിയിലൂടെ പാസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടണം? തിരിച്ച് തിരിച്ച് എക്സ് ഓഫ് ടി എനിക്ക് എന്ത് ചെയ്യണം? ഒബ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, സോ വൈ ഓഫ് ടി ഈക്വൽ ടു ഹിയർ എക്സ് ഓഫ് ടി. അപ്പം നമുക്ക് കൺസിഡർ ചെയ്യാം, ഇവിടെ നമ്മൾ ഇതിന് വൈ ഓഫ് ടി എന്നാണ് പറയുന്നതെങ്കിൽ ദിസ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു വൈ വൺ ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഇൻവേഴ്സ് ഓഫ് ടി അല്ലേ? ഇതാണ് ഇൻപുട്ട്, ഇതാണ് സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എങ്കിൽ ഇത് കൺവല്യൂഷൻ ഇതായിരിക്കും എനിക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട്. ദാറ്റ് ഇസ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു വൈ വൺ ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഇൻവേഴ്സ് ഓഫ് ടി. ഈ വൈ വൺ ഓഫ് ടീന് എനിക്ക് എങ്ങനെ എഴുതാം? ഇൻപുട്ട് എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി. ഓക്കെ, സോ this y1 of t can be replaced as x of t convolution h of t convolution h inverse of t. Now എനിക്കിതിനെ എങ്ങനെ എഴുതാം? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ എനിക്കിതിനെ എങ്ങനെ എഴുതാം? y of t equal to x of t convolution h of t convolution h inverse of t. Now ഇനി എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ഈ വൈ ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കണം? എക്സ് ഓഫ് ടി ആയിരിക്കണം. ഈ ഇക്വേഷനിൽ നിന്ന് എനിക്ക് വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ആകണമെന്നുണ്ടെങ്കിൽ ഇത് എന്തിനായിട്ടായിരിക്കണം കൺവേർട്ട് ചെയ്യേണ്ടത്? ഇതൊരു ഡെൽ ഓഫ് ടി ആയിരുന്നാൽ മതി പോരെ? എക്സ് ഓഫ് ടി കൺവല്യൂഷൻ ഡെൽ ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടും? എക്സ് ഓഫ് ടി തന്നെ കിട്ടും. ദാറ്റ് മീൻസ് എച്ച് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഇൻവേഴ്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് ടി. അതായത് ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ കടത്തി വിടുമ്പോൾ എച്ച് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഇൻവേഴ്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഡെൽ ഓഫ് ടി ആണെങ്കിൽ ഇതിനെ ഇൻവേഴ്സ് ചെയ്താൽ എനിക്ക് തിരിച്ച് എന്ത് തന്നെ കിട്ടും? എക്സ് ഓഫ് ടി തന്നെ കിട്ടും. സോ ഇൻവേർട്ടബിലിറ്റിയുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ്. എച്ച് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഇൻവേഴ്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായാൽ മതി? ഡെൽ ഓഫ് ടി ആണെങ്കിൽ, അതായത് സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസും അതിൻ്റെ ഇൻവേഴ്സും തമ്മിൽ കൺവല്യൂഷൻ ചെയ്യുമ്പോൾ ഡെൽ ഓഫ് ടി ആണ് കിട്ടുന്നതെങ്കിൽ ആ സിസ്റ്റം എന്തായിരിക്കും? ഇൻവേർട്ടബിൾ ആയിരിക്കും. അതാണ് എന്ത് പറയുന്നത്? ആ പ്രോപ്പർട്ടി പറയുന്നത്. So we discussed about different properties of LTI system. Next we can check from the given impulse response h of n of the system, find whether the systems are causal and stable. അപ്പോൾ സിസ്റ്റം കോസൽ ആണെങ്കിലും സ്റ്റേബിൾ ആവണമെങ്കിലും ഒക്കെയുള്ള കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പൾസ് റെസ്പോൺസ് h of n equal to 2 raised to n u of minus n. ഇനി നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? വെദർ ദ സിസ്റ്റം ഈസ് കോസൽ ആൻഡ് സ്റ്റേബിൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കോസൽ സിസ്റ്റം ആണോ അല്ലയെന്ന് ആണ്. അപ്പോൾ ഇവിടെ എനിക്കറിയാം എച്ച് ഓഫ് എൻ ഈക്വൽ ടു 2 raised to n u ഓഫ് മൈനസ് എൻ. യു ഓഫ് മൈനസ് എൻ എന്ന് പറയുമ്പോൾ സിഗ്നൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? സോ യു ഓഫ് മൈനസ് എൻ എന്ന് പറയുമ്പോൾ സിഗ്നൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ഈ എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഫോർ നെഗറ്റീവ് വാല്യൂസ് ഓഫ് എൻ. അതായത് എച്ച് ഓഫ് എൻ നോട്ട് ഈക്വൽ ടു 0 ഫോർ എൻ ലെസ് ദാൻ 0. അപ്പോൾ സിസ്റ്റം എന്തായിരിക്കും? നോൺ കോസൽ ആയിരിക്കും. കോസൽ സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് വാല്യൂസ് ഓഫ് കെ അല്ലെങ്കിൽ എന്നിന് എന്തായിരിക്കണം? ഈ എച്ച് ഓഫ് എൻ 0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ അത് 0 അല്ല, കാരണം എച്ച് ഓഫ് എൻ ഈ നെഗറ്റീവ് വാല്യൂസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും? സിസ്റ്റം നോൺ കോസൽ ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? വെദർ ഇറ്റ് ഈസ് സ്റ്റേബിൾ ഓർ നോട്ട്. സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻ നമുക്കറിയാം. സിഗ്മ എച്ച് ഓഫ് എൻ നമ്മളവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് കെ. ഇവിടെ നമ്മൾ പറയുന്നത് ഇവിടെ കെക്ക് പകരം നമ്മൾ എൻ കൊടുത്തു എന്നേ ഉള്ളൂ. എനിവേ സമ്മേഷൻ ഓഫ് ദ മോഡുലസ് ഓഫ് എച്ച് ഓഫ് എൻ ഷുഡ് ബി എ ബൗണ്ടഡ് വാല്യൂ ദാറ്റ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. സോ സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് 2 raised to n യു ഓഫ് മൈനസ് എൻ. അപ്പോൾ യു ഓഫ് മൈനസ് എൻ എന്ന് പറയുമ്പോൾ ലിമിറ്റ് എവിടെ നിന്നായിരിക്കും? മൈനസ് ഇൻഫിനിറ്റി ടു 0.
സോ മൈനസ് ഇൻഫിനിറ്റി ടു 0 2 റേസ് ടു n. അപ്പോൾ അതിനെനിക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഈ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്നുള്ളത് 0 ടു ഇൻഫിനിറ്റി എന്നാക്കുവാണ്. സ്വാഭാവികമായിട്ട് ഇതെന്താവും? നെഗറ്റീവ് ആവും. കാരണം ഇവിടെ ഞാൻ എന്ത് ചെയ്തു? മൈനസ് ആയിരുന്നത് പോസിറ്റീവ് ആക്കി. അപ്പോൾ ഇവിടെ പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവ് ആവും. ഈ നെഗറ്റീവ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ. സോ വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1/2 റേസ് ടു n, ബിക്കോസ് 2 റേസ് ടു മൈനസ് n ഈക്വൽ ടു 1/2 റേസ് ടു n. ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഒരു ഫംഗ്ഷൻ a റേസ് ടു n വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? a/a മൈനസ് 1. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു 2. ഇത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2 എന്ന് കിട്ടും. സോ ദിസ് വിച്ച് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി, അതായത് ഇതെന്താണ്? ഒരു ബൗണ്ടഡ് വാല്യൂ ആണ്. സോറി, ദിസ് ഈസ് ഈക്വൽ ടു 1 which is less than infinity and it is a bounded value, so the system is stable. Next condition, h of n equal to e raised to 2n u of n minus 1. u of n minus 1 എന്ന് പറയുമ്പോൾ സിഗ്നൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? The signal is from 1 to infinity. So h of n equal to 0 for n less than 0. n less than 0യിൽ h of n 0 ആണ്. സോ എനിക്ക് സിസ്റ്റം എന്തെന്ന് പറയാം? കോസൽ സിസ്റ്റം ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യണം. ഫോർ ദാറ്റ് സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു 2n u of n minus 1. The limit is from 1 to infinity. So sigma n equal to 1 to infinity e raised to 2n. ഇവിടെ നോക്കിക്കേ, ഞാൻ എന്നിന് ഓരോരോ വാല്യൂസ് ആയിട്ട് കൊടുക്കാൻ പോവാണ്. e raised to 2, e raised to 2 into 2, e raised to 2 into 3 കൊടുത്ത് എവിടെ വരെ ഉണ്ട്? e raised to 2 into infinity. അപ്പം എന്താവും? e raised to infinity equal to infinity. അപ്പോൾ എനിക്ക് സിസ്റ്റം എന്താണെന്ന് മനസ്സിലായി? അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് പ്രോബ്ലം ഈസ് h of n is equal to 5 raised to n u of 3 minus n. ഓക്കെ, അപ്പോൾ u of 3 minus n എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? സിഗ്നൽ എവിടെ വരെ ആയിരിക്കും? നമ്മൾ സിഗ്നൽ വരച്ച് നോക്കണം അല്ലേ? അപ്പോൾ സിഗ്നൽ വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ വരയ്ക്കാം? u of minus n പ്ലസ് 3 അല്ലേ? അപ്പോൾ സിഗ്നലിനെ ആദ്യം ഷിഫ്റ്റ് ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ടൈം റിവേഴ്സൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യും? ആദ്യം u of n plus 3 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ദ സിഗ്നൽ വിച്ച് ഈസ് റേഞ്ചിങ് ഫ്രം -3 ടു ഇൻഫിനിറ്റി, ഇങ്ങനെ കിട്ടും. ഇനി അതിൻ്റെ റിവേഴ്സൽ എടുക്കുമ്പോൾ എന്ത് കിട്ടും? ദ സിഗ്നൽ വിച്ച് ഈസ് റേഞ്ചിങ് ഫ്രം -infinity ടു 3. സോ ഇങ്ങനെയാണ് നമുക്ക് സിഗ്നൽ ഉണ്ടാവുക. സോ അപ്പോഴത്തേക്ക് h of n എന്തല്ല? 0 അല്ല, ഫോർ n ലെസ് ദാൻ 0. സോ ദ സിസ്റ്റം ഈസ് നോൺ കോസൽ. ഇനി നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം? സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ ചെക്ക് ചെയ്യാം. സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ എന്താ? സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 5 റേസ് ടു n u of 3 മൈനസ് n. അപ്പോൾ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെയാണ്? മൈനസ് ഇൻഫിനിറ്റി ടു 3. അപ്പോൾ എനിക്ക് മൈനസ് ഇൻഫിനിറ്റി ടു 0 വരെയാണെങ്കിൽ ചെക്ക് ചെയ്യാൻ അറിയാം അല്ലേ? അപ്പോൾ അത് കാരണം ഞാനിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ്. സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു 0 5 റേസ് ടു n പ്ലസ് 0 കഴിഞ്ഞിട്ട് പിന്നെ എത്രയും കൂടെ ഉണ്ട്? 1 to 3 5 റേസ് ടു n. അതായത് ഈ ലിമിറ്റിനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. മൈനസ് ഇൻഫിനിറ്റി ടു 3 വരെയാണ് ഉണ്ടായിരുന്നത്. മൈനസ് ഇൻഫിനിറ്റി ടു 0യും 1 to 3യും ആക്കി ഇതിനെ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1/5 റേസ് ടു n. കാരണം എന്താ? ഈ നെഗറ്റീവ് ഞാനിവിടെ കൊടുത്തു, അതായത് 5 റേസ് ടു മൈനസ് n. 5 റേസ് ടു മൈനസ് n എന്ന് പറയുന്ന 1/5 റേസ് ടു n പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to 3 5 റേസ് ടു n. ഇതെനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എന്നിന് 1ഉം 2ഉം 3ഉം അപ്ലൈ ചെയ്ത് നമ്മൾ ആഡ് ചെയ്താൽ മതി. അതായത് 5 പ്ലസ് 5 സ്ക്വയർ പ്ലസ് 5 ക്യൂബ് എന്ന് വരും. സോ ഇതിനെനിക്ക് എങ്ങനെ എഴുതാം?
1 by 5 by 1 by 5 minus 1, that is a by a minus 1. So which is less than infinity. So the system is stable. And the next question is h of n equal to e raised to minus 6 modulus n. Modulus of n എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? എന്നിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവുമ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ആവുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ മോഡുലസ് വാല്യൂ നോക്കുന്നത്. എനിവേ നമുക്ക് നോക്കാം. ഇവിടെ എന്നിന് പോസിറ്റീവ് വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എച്ച് ഓഫ് പോസിറ്റീവ് എൻ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 6n. എന്നിന് നെഗറ്റീവ് വാല്യൂ കൊടുക്കും. എച്ച് ഓഫ് മൈനസ് എൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇ റേസ് ടു മൈനസ് 6 ഇൻറ്റു മൈനസ് എൻ വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 6n. അപ്പം നെഗറ്റീവിലും പോസിറ്റീവിലും ഒന്നുണ്ട് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ എച്ച് ഓഫ് എൻ ഈക്വൽ ടു നോട്ട് 0 ഫോർ n ലെസ് ദാൻ 0. അപ്പോൾ സിസ്റ്റം എന്തായിരിക്കും? നോൺ കോസൽ ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം? സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എച്ച് ഓഫ് എൻ. അപ്പോൾ എന്നിന് നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് 6 മോഡുലസ് എൻ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു മൈനസ് ഇൻഫിനിറ്റി ടു എന്നിൻ്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി ടു 0 ആയിരിക്കുമ്പോൾ ഇതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. 0 ടു ഇൻഫിനിറ്റിയിൽ എന്തായിരിക്കും? ഇതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഞാൻ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ്. സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1ൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇ റേസ് ടു 6n. കാരണം ഇ റേസ് ടു മൈനസ് 6 ഇൻറ്റു മൈനസ് എൻ, എന്നിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. അപ്പം ഇ റേസ് ടു 6n. ദെൻ സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് 6n. കാരണം പോസിറ്റീവിൽ ഇത് പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ മൈനസ് 6 ഇൻറ്റു എൻ ഈക്വൽ ടു മൈനസ് 6n. ഇനി ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ലിമിറ്റ് നെഗറ്റീവ് മാറ്റി n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് 6n പ്ലസ് 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് 6n. ഇനി ഇവിടെ എനിക്ക് ഇക്വേഷൻ അറിയുന്ന ഏതിൻ്റെയാണ്? സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ റേസ് ടു എന്നിൻ്റെ ആണ് ഇക്വേഷൻ അറിയുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ റേസ് ടു എന്നിൻ്റെ ഇക്വേഷൻ എനിക്ക് അറിയാം. പക്ഷേ എനിക്കിവിടെ ഉള്ളത് എന്താണ്? സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ റേസ് ടു എൻ ആണ് എൻ്റെ കയ്യിൽ ഉള്ളത്. അതായത് എൻ ഈക്വൽ ടു 0 വാല്യൂ എന്തല്ല ഇവിടെ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ എനിക്കിതിനെ എങ്ങനെ എഴുതാമല്ലോ? വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ റേസ് ടു എൻ മൈനസ് സിഗ്മ എൻ ഈക്വൽ ടു 0 എ റേസ് ടു എൻ. എൻ ഈക്വൽ ടു 0 ഇവിടെ ഇല്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഈ ഇക്വേഷൻ കൊടുത്തിട്ട് 0യുടെ വാല്യൂ അങ്ങ് മൈനസ് ചെയ്താൽ പോരെ? കാരണം ഇതെന്ന് പറഞ്ഞ് ശരിക്കും ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റേസ് ടു 0 പ്ലസ് എ റേസ് ടു 1 പ്ലസ് എക്സെട്ര എ റേസ് ടു എൻ എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. ഇതിൻ്റെ മീനിങ് എന്താ? എ റേസ് ടു 1 പ്ലസ് എ റേസ് ടു 2 പ്ലസ് എക്സെട്ര എ റേസ് ടു എൻ അല്ലേ? അപ്പോൾ എനിക്ക് 1 ടു n മതി. അപ്പോൾ ഞാൻ 0 അങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്തു? സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റീൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? a by a minus 1. So which is equal to e raised to minus 6 by e raised to minus 6 minus 1. ഇത് ഏതിൻ്റെ ഇക്വേഷനാണ്? സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി അല്ലേ? അപ്പോൾ 0 ഇവിടെ ഇല്ല. അപ്പോൾ 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്താ കിട്ടുന്നത്? ഇ റേസ് ടു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതെന്ത് ചെയ്യണം? മൈനസ് ചെയ്ത് കളയണം. അതിൻ്റെ റീസൺ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് 0 ടു ഇൻഫിനിറ്റീൻ്റെയാണ് നമ്മുടെ ഇക്വേഷൻ, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. പക്ഷേ എനിക്കിവിടെ എവിടെ തൊട്ടേ ഉള്ളൂ? 1 ടു ഇൻഫിനിറ്റി മതി. അപ്പോൾ 0യിലുള്ള വാല്യൂ ഞാൻ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. ദെൻ പ്ലസ് ഇ റേസ് ടു മൈനസ് 6 ബൈ ഇ റേസ് ടു മൈനസ് 6 മൈനസ് 1. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 ബൈ ഇ റേസ് ടു മൈനസ് 6 മൈനസ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് 6 ബൈ ഇ റേസ് ടു മൈനസ് 6 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 1 plus e raised to minus 6 by e raised to minus 6 minus 1 which is less than infinity. അപ്പോൾ എനിക്ക് എന്താണെന്ന് പറയാം? The system is stable എന്ന് പറയാം. So next is find whether the following systems with impulse response h of t are stable or
നോട്ട്. ഇത്രയും നേരം നമ്മൾ ചെക്ക് ചെയ്തത് എന്തായിരുന്നു? എച്ച് ഓഫ് എൻ ആണ്, അതായത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആയിരുന്നു. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എച്ച് ഓഫ് ടി. സോ സ്റ്റേബിൾ ആണോ അല്ലേ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എച്ച് ഓഫ് ടി ഈസ് ഗിവൺ ആസ് 1/RC e⁻t/RC ഇൻറ്റു യു ഓഫ് ടി. അപ്പോൾ സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻ എന്തായിരുന്നു? നമ്മൾ എച്ച് ഓഫ് ടി എന്ത് ചെയ്യണം? -∞ to ∞ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അത് ബൗണ്ടഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഇക്വേഷൻ ഇതാണ്: ഇൻ്റഗ്രൽ -∞ to ∞ മോഡുലസ് ഓഫ് എച്ച് ഓഫ് ടി ഡി ടി ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണ്. ഇൻ്റഗ്രൽ -∞ to ∞ 1/RC e⁻t/RC യു ഓഫ് ടി. അപ്പോൾ ഇവിടെ യു ഓഫ് ടി ഉള്ളത് കാരണം ലിമിറ്റ് എവിടെ നിന്നോട്ടേ ഉള്ളൂ? 0 to ∞. സോ 1/RC കോൺസ്റ്റൻ്റ് ആണ്, അത് ഞാൻ എടുത്തു. ഇൻ്റഗ്രൽ 0 to ∞ e⁻t/RC dt. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? e⁻t/RC ഡിവൈഡഡ് ബൈ -1/RC. എങ്ങനെയാണ് -1/RC വരുന്നത്? ഇതിൻ്റെ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടി. സോ വി വിൽ ഗെറ്റ് -1/RC വിത്ത് ദ ലിമിറ്റ് 0 to ∞. ഇനി ഇത് അപ്ലൈ ചെയ്തേ. ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? e⁻∞. e⁻∞ എന്ന് പറയുന്നത് എന്താണ്? 1/e⁻∞. 1/e⁻∞ എന്താ? 1/∞, വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ഇനി ഈ 1/RC ക്യാൻസൽ ആയി പോയി, ഒരു നെഗറ്റീവ് ഉണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് കിട്ടും? 0 - 0 അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? e⁻0 is 1. So minus -1 which is equal to 1, which is less than infinity. So we can say that the system is stable. ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ ഓൾറെഡി, അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമുക്കിവിടെ +1 കിട്ടുന്നത്. സോ ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ. Now h of t equal to e⁻2 മോഡുലസ് ഓഫ് ടി. ചെക്ക് ഫോർ സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ സ്റ്റെബിലിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഇൻ്റഗ്രൽ -∞ to ∞ e⁻2t dt. ഈ മോഡുലസ് ഓഫ് ടി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? ടിയുടെ വാല്യൂ എങ്ങനെയായിരിക്കും? മോഡുലസ് ഓഫ് ടി മീൻസ് വിച്ച് ഈസ് ഈക്വൽ ടു t for t greater than 0 and -t for t less than 0 അല്ലേ? അപ്പോൾ ഞാനിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. -∞ to 0 വരുമ്പോൾ എന്തായിരിക്കും? e⁻2t. കാരണം എന്താ? -2 × -t പ്ലസ് ഇൻ്റഗ്രൽ 0 to ∞. പോസിറ്റീവ് വാല്യൂ വരുമ്പോൾ ടിയും പോസിറ്റീവാണ്. സോ e⁻2t dt. Now ഇതിനെ e⁻2t ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? e⁻2t ഡിവൈഡഡ് ബൈ 2. സോ ആ 1/2 ആണ് എഴുതിയേക്കുന്നത്. വിത്ത് ദ ലിമിറ്റ് -∞ to 0 പ്ലസ് e⁻2t ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? e⁻2t ബൈ -2 വിത്ത് ദ ലിമിറ്റ് 0 to ∞. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ e⁻0 ഈസ് 1, e⁻∞ ഈസ് 0, -1/2, e⁻∞ 0, e⁻0 is 1. So which is equal to 1, which is less than infinity. So the system is stable. So next check the stability of the system where h of t equal to e⁻2t u of t minus 1. Okay, u of t minus 1 എന്ന് പറയുമ്പോൾ നമ്മൾ വേവ് ഫോം എങ്ങനെയായിരിക്കും വരയ്ക്കുക? ഫ്രം 1 to infinity അല്ലേ? 1 to infinity. So we can check the limit. Equation is integral -∞ to ∞ modulus of h of t dt. അപ്പോൾ u of t minus 1 എന്ന് പറയുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാ? 1 to infinity e⁻2t dt, which is equal to e⁻2t by 2 with the limit 1 to infinity. So e⁻∞ എന്ത് വരും? ഇൻഫിനിറ്റി. അപ്പോൾ സിസ്റ്റം എന്തല്ല? സ്റ്റേബിൾ അല്ല. അതേസമയം ഇവിടെ e⁻2t ആയിരുന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നേനെ? e⁻∞ is 0.
e1 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് കിട്ടിയേനെ. അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. h of t equal to e−2t u of t minus 1. അപ്പോൾ u of t minus 1 എന്ന് പറയുമ്പോൾ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെയാ? 1 to ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ -∞ to ∞ h of t dt which is equal to ഇൻ്റഗ്രൽ 1 to ∞ e−2t. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് വരിക? e−∞ which is equal to 0 minus e−2. So the system is stable, that is bounded. Next question is h of t equal to t into e−t u of t. So we can apply the limit from 0 to infinity. ഇവിടെ u of t ഉള്ളത് കാരണം ലിമിറ്റ് എവിടെ നിന്നിട്ട് എവിടെ വരെ അപ്ലൈ ചെയ്തു? 0 to infinity t e−t. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്? എങ്ങനെ ഇൻ്റഗ്രേഷൻ ചെയ്യും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുന്നത് എന്താ? e−t/-1. അതായി എഴുതിയേക്കുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് with the limit 0 to infinity minus integral of derivative of first. Derivative of first t യുടെ ഡെറിവേറ്റീവ് എന്താണ്? 1 into integral of second, that is e−t/-1. അപ്പോൾ ഇതറിയാം. ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻ വരികയാണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. which is equal to -t e−t from the limit 0 to infinity. ഈ രണ്ട് മൈനസും കൂടെ ഞാൻ എന്താക്കി? പ്ലസ്. ഇനി e−t വീണ്ടും ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ e−t/-1 എന്ന് വരും. ആ -1 ആണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, വിത്ത് ദ ലിമിറ്റ് 0 to infinity. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് വരും? e−∞ is 0. e−∞ വരുമ്പോൾ ഇത് 0 ആവും. ഈ 0 അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ t ഇൻറ്റു എന്നല്ലേ, അപ്പോൾ tക്ക് 0 കൊടുക്കുമ്പോൾ ഇതെന്താവും? 0 ആവും. ഇനി e−∞ is 0. ഇനി e0 വരുമ്പോൾ ഇവിടെ എന്ത് വരും? 1. സോ ദ ആൻസർ ഈസ് 1 which is less than infinity and the system is stable. സോ സിമിലർലി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം? ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യാനായിട്ട് പറ്റും? ചെക്ക് ചെയ്യാനായിട്ട് പറ്റും.